നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ടുഡേസ് ഡിബേറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മുൻ പ്രധാനമന്ത്രിമാരായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, കാർഷിക ശാസ്ത്രജ്ഞനും മലയാളിയുമായ MS സ്വാമിനാഥൻ എന്നിവർക്ക് ഇന്ന് ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നു. മൂവർക്കും മരണാനന്തര ബഹുമതിയായിട്ടാണ്. ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂറിനും മുൻ ഉപപ്രധാനമന്ത്രിയും BJP സ്ഥാപക നേതാവുമായ LK അദ്വാനിക്കും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ആകെ 5 പേർക്ക്. ആദ്യമായാണ് ഒരു വർഷം 5 പേർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകുന്നത്. ഭാരതരത്ന ലഭിക്കുമ്പോൾ പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്ത്? തിരഞ്ഞെടുപ്പാകുമ്പോൾ ഈ പ്രഖ്യാപനത്തിന് പ്രത്യേകതയുണ്ടോ? ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അതിഥികൾ ഇടത് സഹയാത്രികൻ ലാൽകുമാർ N, BJP നേതാവ് വിനീത ഹരിഹരൻ. വിനീത, ഇന്ന് 3 പേർക്ക് കൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നു. ആകെ 5 പേർക്ക്. ഇനി ഇതിൽ ഈ നമ്പറിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ടാകുമോ? അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഒരു വർഷം തന്നെ 5 പേർക്ക് ഭാരതരത്ന പ്രഖ്യാപിക്കാനുള്ള ഒരു സാഹചര്യം? നമസ്കാരം. ഈ ഭാരത് രത്ന എന്ന് പറഞ്ഞ ഏറ്റവും ഹയസ്റ്റ് അവാർഡ് അല്ലേ സിവിലിയൻസിന് കൊടുക്കണം നമ്മൾ. അപ്പൊ എല്ലാം ഇവര് പറഞ്ഞ ആൾക്കാർ ഈ 5 പേർക്കും അർഹത ഇല്ലാത്തതൊന്നും അല്ലല്ലോ. വളരെ വളരെ അധികം പ്രാധാന്യം അവരുടെ മേഖലയിൽ അവര് എക്സൽ ചെയ്ത ആൾക്കാരാണ്. സ്വാമിനാഥനായാലും ചൗധരി ചരൺ സിംഗും കർപ്പൂരി ഠാക്കൂർ, ഇവർ 2 പേരും അൺസങ് ഹീറോസ് പോലെ ആയിരുന്നു. ഇതുവരെ റെക്കഗ്നൈസ് ചെയ്യാത്ത ആൾക്കാരായിരുന്നു. പക്ഷെ നമ്മളത് റെക്കഗ്നൈസ് ചെയ്ത് ഭാരത് രത്ന കൊടുക്കുന്നു. അതില് എന്തോ തെറ്റുള്ളത്? 5 3 5 ആക്കി അതില് പ്രൈം മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന അവാർഡ്സ് ആണ് പ്രധാന പ്രസിഡന്റ്. ആദ്യത്തെ ഒരു മാനദണ്ഡം അത് ഇറസ്പെക്ടീവ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടില്ല. ജെൻഡർ, കാസ്റ്റ്, സെക്സ് അങ്ങനത്തെ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നല്ലോ ഭാരത് രത്നയിലെ ഒരു ഗൈഡ് ലൈൻസിന്റെ പ്രകാരം. അപ്പൊ ഈ 5 പേർക്കും എല്ലാ ഈച്ച് ആൻഡ് എവറി 5 പേഴ്സൺസിന് അവർക്ക് അർഹതയുള്ള ആൾക്കാരാണ്. വളരെയധികം പാർട്ടിക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത ആൾക്കാരാണ്. ചൗധരി ചരൺ സിംഗ് ആണ് സത്യാഗ്രഹ മൂവ്മെന്റ്സിലും പങ്കെടുത്ത ആളാണ്. ജയിലിൽ പോയ ആളാണ് ഫ്രീഡം മൂവ്മെന്റ്സിന്. MS സ്വാമിനാഥനായാലും അഗ്രികൾച്ചർ റെവല്യൂഷൻ കൊണ്ടുവന്ന ആളാണ്. ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു, വാട്ടർഷെഡ് മൂവ്മെന്റ് ആയിരുന്നു അവരുടെ അഗ്രികൾച്ചറൽ ഇന്റർവെൻഷൻസ് ഒക്കെ. എന്തൊക്കെ പറഞ്ഞാൽ ഇന്നോവേഷൻസും ഒക്കെ ടെക്നോളജിയും കൊണ്ടുവന്ന ഒരു ആളാണ് MS സ്വാമിനാഥൻ. വിനീത, ഞാൻ ഒന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇവർ 5 പേരുടെയും ക്വാളിഫിക്കേഷൻസ് ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ആദ്യം ഒരു 2 പേരെ പ്രഖ്യാപിക്കുന്നു. അവരുടെ രാഷ്ട്രീയം നമുക്കറിയാം. ഇപ്പോൾ ഒരു 3 പേരെ പ്രഖ്യാപിക്കുന്നു. അവരുടെ രാഷ്ട്രീയവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിൽ ഏറ്റവും പുതുതായി പ്രഖ്യാപിച്ചതിൽ ചൗധരി ചരൺ സിംഗ്, അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കാൻ തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം നൽകുന്ന RLD, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലൂടെ മുൻപോട്ട് വന്ന RLD എന്ന് പറഞ്ഞ പാർട്ടി അധികം വൈകാതെ NDAയിലേക്ക് വരുന്നു. അല്ലെങ്കിൽ കുറച്ചു മുൻപ് നമ്മൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ നൽകിയ ഭാരതരത്നയുടെ പേരുകൾ നൽകിയ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട നിതീഷ് കുമാർ വീണ്ടും NDAയിലേക്ക് എത്തുന്നു. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായിരിക്കാം? കാരണം ഭാരതരത്ന നൽകുക, അവരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ NDAയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ NDAയിലേക്ക് കൂടുതൽ പാർട്ടികളെ എത്തിക്കാൻ വേണ്ടി ഭാരതരത്ന നൽകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. നിങ്ങൾ അത് എല്ലാത്തിനും ഒരു തെറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡിസിഷൻ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും തെറ്റ് കണ്ടുപിടിക്കാം. ഭാരത് രത്ന കൊടുക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ്. ഭാരത് രത്ന നമ്മൾ കൺഫർ ചെയ്യുന്ന അവാർഡാണ്. ഇവർക്കൊക്കെ അർഹത ഇല്ലാത്ത ആൾക്കാരല്ലല്ലോ. നിങ്ങൾ തന്നെ പറഞ്ഞില്ല, എല്ലാവർക്കും അവർക്ക് അവരുടേതായ ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ അവർ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു റെക്കഗ്നിഷനും അവരുടെ ഒരു കപ്പാസിറ്റിയുടെ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ രാഷ്ട്രീയം എല്ലാത്തിലും കണ്ടുപിടിക്കാം നമുക്ക്. ഇപ്പൊ നരസിംഹറാവുവിന് നമ്മൾ എന്തിനാ കൊടുത്ത് എന്ത് രാഷ്ട്രീയം നമുക്ക് നേടാനില്ല? നരസിംഹറാവുവിന് പോസ്റ്റ്മസ്ലി അവാർഡ് നൽകിയത് കോൺഗ്രസ് ഇതുവരെ ചെയ്യാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിയുടെ ടൈമിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടാവുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധിക്ക് ഭാരത് രത്ന കൊടുത്തിട്ടുണ്ട്. അതേപോലെ നെഹ്റുവിന്റെ ടൈമിൽ നെഹ്റു തന്നെ ഭാരത് രത്ന കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിന്റെ കാര്യം നമ്മൾ പറയുന്നത്? ശരി വിനീത, ലാൽകുമാർ ഇപ്പം BJPയുടെ നേതാവ് വിനീത ഹരിഹരൻ വളരെ വ്യക്തമായി അവർ പറയുന്നു, ഈ കൊടുത്തതിലൊന്നും ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പോൾ നരസിംഹറാവുവിന് കൊടുത്തിരിക്കുകയാണ്. മറ്റുള്ള നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇപ്പം നരസിംഹറാവു അടക്കമുള്ള MS സ്വാമിനാഥൻ അടക്കമുള്ളവർക്ക് കൊടുത്തിരിക്കുന്നു. രാഷ്ട്രീയമൊന്നുമില്ല. അവരെല്ലാം വിവിധ മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. ഇപ്പോൾ ഈ 5 പേർക്ക് ഭാരതരത്ന കൊടുത്തതിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത നിങ്ങൾ കാണുന്നുണ്ടോ? It's a complicated question to answer. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ. മാഡത്തിൻ്റെ ലൈൻ വളരെ ഫീബിളാണ്. എനിക്ക് പ്രോപ്പർലി
കേൾക്കാൻ പറ്റുന്നില്ല മാഡം പറയുന്നത്. അപ്പം എല്ലാ ചോദ്യത്തിനും ഞാനൊന്ന് ഒരു പ്രിസംഷൻ നടത്തുകയാണ് അവർ പറഞ്ഞത് എന്താണെന്ന്. അതിന്റെ ബേസിലാണ് ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ഓഡിബിൾ എന്ന് പറഞ്ഞു തന്നെ പറയാം. ഫീബിൾ ആണ് അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം, ഇവിടെ പറഞ്ഞു വന്ന ഒരു വിഷയത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ളതാണ്. ലുക്ക്, വാട്ട് എവർ ഡൺ ബൈ മോഡി or whatever Modi is going to do, it is politics. It is politics. Nothing more, nothing less. അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ഐ ഇല്ലാതെ ഒരു കാര്യം അദ്ദേഹം ചെയ്യില്ല. ഞാനത് പറയാൻ കാര്യം, ലുക്ക്, താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ഈ പറയുന്ന റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് 2 പേർക്ക് ഭാരതരത്നം പ്രഖ്യാപിക്കുന്നു. സോ പിന്നീട് 3 പേരെ പ്രഖ്യാപിക്കുന്നത് ഇറ്റ്സ് ആൻ ആഫ്റ്റർ തോട്ട്. അങ്ങനെ ചിന്തിച്ചുകൂടെ എന്ന് വെച്ചാൽ ചിന്തിക്കാം. പക്ഷെ ആ ചിന്തയിലകത്ത് ഒരു വല്ലാത്ത ഇക്വേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഇക്വേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ ഇക്വേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നരസിംഹറാവുവിന് എന്തിനാണ് കൊടുക്കുന്നത് എന്നുള്ളതല്ലേ ചോദ്യം. നരസിംഹറാവു ആസ് എ പേഴ്സൺ വാസ് എ ബിഗ്ഗസ്റ്റ് ടൂൾ ഓഫ് BJP ദീസ് ഡേയ്സ്. ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയത്തിനെ, ആ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആശയം പ്രചരിപ്പിക്കാനായി അവരുപയോഗിക്കുന്ന BJPയുടെ ഏറ്റവും വലിയ ടൂളാണ് PV നരസിംഹറാവു. ലുക്ക്, ഐ എം നോട്ട് ഗോയിങ് ടു ഡെനിഗ്രേറ്റ് ദ സ്റ്റേറ്റസ് ഓഫ് PV നരസിംഹറാവുവിനെതിരെ കുറെ കുറ്റം പറയാനുള്ള ആഗ്രഹം എനിക്കില്ല. പക്ഷേ നരസിംഹറാവു എന്തുകൊണ്ട് BJPയുടെ കയ്യിലെ ആയുധമാകുന്നു, അല്ലെങ്കിൽ നരസിംഹറാവുവിനത് കൊടുക്കുമ്പം അതിനകത്ത് ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ്. ഉണ്ട്. കോൺഗ്രസ് അദ്ദേഹത്തെ മോശമായി ഡീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതവിടെ നിൽക്കട്ടെ. ആ മോശമായി ഡീൽ ചെയ്യുന്നത് BJPയുടെ പൊളിറ്റിക്സ് ആയി മാറുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് മീൻസ് ഇഫ് ദ കോൺഗ്രസ് പാർട്ടി ഈസ് ഡീലിംഗ് വിത്ത് യു ഇൻ ആൻ ഇംപ്രോപ്പർ ഇംപെർട്ടിനന്റ് മാനർ, വി ആർ ഹിയർ ടു സപ്പോർട്ട് യു എന്ന് പറയുന്ന ഒരു ആശയം അതിനകത്ത് കിടപ്പുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. അതിനകത്ത് ഒരു സംശയമില്ല, അതിനകത്ത് ഉണ്ട് എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഡൈനാസ്റ്റി പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞുള്ളൂ. അപ്പം ലാൽകുമാർ തുടർന്നുള്ളൂ. പക്ഷെ ഒറ്റക്കാര്യം, ഇന്ന് ഈ 3 പേർക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഭാരതരത്ന പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധി അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം നരസിംഹറാവുവിൻ്റെ കാര്യത്തിലായാലും ചരൺ സിംഗിൻ്റെ കാര്യത്തിലായാലും MS സ്വാമിനാഥൻ്റെ കാര്യത്തിലായാലും അവർക്ക് സ്വാഗതം ചെയ്യേണ്ടി വരുന്നു. അപ്പം അത് BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഒരു വിജയം കൂടിയല്ലേ? ലുക്ക്, ഇതിനകത്ത് BJPക്ക് ഇറ്റ്സ് എ സീറോ സം ഗെയിം ഫോർ ദം. ഡെഫിനറ്റ്ലി ദേ ആർ ഗോയിങ് ടു വിൻ. അവർക്ക് വിന്നിംഗ് പൊസിഷൻ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ ലൂസിംഗ് പൊസിഷൻ ഫോർ BJP ഇൻ ദിസ് ഗെയിം. അതുള്ള കാര്യമുള്ള, നമുക്കത് പറയുന്നതിന് അഡ്മിറ്റ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നോക്കൂ, അധിർ രഞ്ജൻ ചൗധരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വി ഹാവ് നോ ഇഷ്യൂസ്. ഇങ്ങനെ ഒരു പ്രയോഗം അദ്ദേഹം നടത്തി, വി ഹാവ് നോ ഇഷ്യൂസ്. അതിന്റെ കൂട്ടത്തിൽ നാഷണൽ മീഡിയ പറയുന്നത് സോ വാട്ട്, ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്തതിന് സോ വാട്ട് എന്നുള്ളൊരു പ്രയോഗവും കൂടെ വന്നിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ പറയാൻ ശ്രമിക്കുന്നത്, നോക്കൂ, ഇപ്പം ചൗധരി ചരൺ സിംഗിന് കൊടുത്തു. അത് ജയൻ ചൗധരിയെ അല്ലെങ്കിൽ ജയൻ സിംഗ് ചൗധരിയെ ഫോക്കസ് ഉണ്ട് എന്ന് നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. RLD UPയിൽ ഒരു സ്വിംഗിങ് ആയി മാറുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ വായിച്ചതാണ്. ആൻഡ് അവരിപ്പം NDAയുമായി വളരെ അതിശക്തമായി സഹകരിക്കാനുള്ള സാധ്യത എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കേണ്ട കാര്യമാണ്. ഇപ്പം MS സ്വാമിനാഥനാണ് ഈസ് ദ ഓഡ് വൺ ഔട്ട്, അല്ലെ? അദ്ദേഹം മാത്രമാണ് ഒരു ഡിഫറെന്റ് ഐഡന്റിറ്റി ഉള്ളത്. അതിൽ പോലും ഒരു മദ്രാസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചെന്നൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ ഉണ്ട്. നോക്കൂ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരതരത്നം ആരൊക്കെയാണ്? UP, ബീഹാർ, തമിഴ്നാടു. നരസിംഹറാവുവിന്റെ വരുമ്പം എഗെയിൻസ്റ്റ് ഡൈനാസ്റ്റി പൊളിറ്റിക്സ് പ്ലസ് ആന്ധ്രാപ്രദേശ്. ഇങ്ങനൊരു ആസ്പെക്ട് കൂടെ അതിനകത്തുണ്ട്. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദ്യം വളരെ കറക്റ്റാണ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മണിശങ്കർ അയ്യർ, ദ സീനിയർ കോൺഗ്രസ് ലീഡർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം പറയുന്നു, ഹു ഇസ് ദ ഫസ്റ്റ് BJP പ്രൈം മിനിസ്റ്റർ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ദ ഫസ്റ്റ് BJP പ്രൈം മിനിസ്റ്റർ ഇസ് നരസിംഹറാവു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ BJPയോട് അത്രയും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ BJPയുടെ ആശയത്തോട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെ ആയിരുന്നു നരസിംഹറാവു. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ലെറ്റ് us leave that aspect aside. കാര്യം അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു ഡിപ്പാർട്ടഡ് സോളാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇപ്പം ഇവിടുന്ന്
ഇങ്ങനൊരു അച്ചീവ്മെന്റിന്റെ സമയത്ത് നമ്മളൊരു മോശം പറയണ്ട. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പൊളിറ്റിക്സ് പറയുകയാണെങ്കിൽ നമുക്കൊരു മോശം പറയാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രൈം മിനിസ്റ്ററിന്റെ ഇന്നത്തെ ഈ കാര്യം വളരെ കാലിബ്രേറ്റ് ചെയ്ത് വളരെ തോട്ട്ഫുൾ ആയിട്ട് തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ശരി ലാൽകുമാർ, ഞാൻ താങ്കൾക്ക് തിരിച്ചു വരാം. BJP നടത്തുന്ന അല്ലെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട 3 പേർക്ക് ഭാരതരത്ന നൽകുന്നതിലൂടെ NDA മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില മുന്നറിയിപ്പുകളുണ്ട്. ഇവിടെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു പ്രശ്നം എന്നുള്ളത് ഈ ഒരു വർഷം 5 പേർക്കാണ് ഭാരതരത്നയ്ക്ക് പ്രഖ്യാപനം വന്നിട്ടുള്ളത്. എന്തിനായിരിക്കും ഈ 5 പേരെ പ്രഖ്യാപിക്കുന്നത്? കാരണം ചരിത്രത്തിൽ ഇതുവരെ 5 പേരെ ഭാരതരത്ന നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ ഒരു വർഷത്തിൽ അല്ലെങ്കിൽ എന്തായിരിക്കും ഇത്രമാത്രം പ്രത്യേകത 5 പേർക്ക് കൊടുക്കാൻ മാത്രം? അല്ല, എവിടെയും അങ്ങനെ ഒരു നിയമം പോലെ ഒന്നുമില്ല. 3 പേര് മാത്രം, മാക്സിമം 3 പീപ്പിളിന് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂളാണ്. അത് ഇത്ര കാലം പോപ്പുലേഷൻ വർദ്ധിച്ചു എത്രത്തോളം ആൾക്കാർക്ക് ഒരു അർഹത ഉണ്ട് ഭാരതരത്ന കിട്ടാനായിട്ട്. അപ്പൊ അതിലൊരു തെറ്റുമായിട്ട് നമ്മൾ കാണുന്നില്ല. 3 5 പേര് ആക്കിയത് എല്ലാ 5 പേർക്കും ഇവിടെ എല്ലാ ഫാമിലിക്ക് എല്ലാവരും സന്ദേശം എല്ലാവർക്കും അർഹത ഇല്ല. വിനീത തുടർന്നോളൂ. വിനീത കേൾക്കാമോ? ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ട്, അത് പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലാൽകുമാറിലേക്ക് വരികയാണെങ്കിൽ, ലാൽകുമാർ, നമുക്കറിയാം ഇവിടെ ഒരു ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 പേർക്ക് ഭാരതരത്നത്തെ നൽകാനായിട്ടൊരു പ്രഖ്യാപനം വരുന്നത്. അതും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയാണ് 5 പേർക്കാണ്. അപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനു മുൻപ് 4 പേർക്ക് വരെയായിരുന്നു. ഇപ്പോൾ അത് 5ലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അല്ല, ഇത് എങ്ങനെ നമ്മുടെ രാഷ്ട്രീയം ഉരുത്തിരിയും എന്നുള്ളത് പോലെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതാ വെച്ചാൽ അവർക്ക് എത്ര പേർക്ക് വേണമെങ്കിലും കൊടുക്കാം. ലുക്ക്, നമ്മൾ അതിനകത്തൊരു കൺസർവേറ്റീവ് വ്യൂ എടുക്കണ്ട. കാര്യം ഈ പറയുന്ന അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ, അങ്ങനൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടത്തിയ ആൾക്കാർക്ക് അവരെ റെസ്പെക്ട് ചെയ്യാതെ കൊടുക്കാതെ വെച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. പക്ഷേ അങ്ങനെ മെറിറ്റ് നോക്കുമ്പോൾ കൃത്യമായി മെറിറ്റ് നോക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ PV നരസിംഹറാവുവിന് കൊടുക്കാമെങ്കിൽ അറ്റ് എനി ടൈം യു ക്യാൻ ഗിവ് ഇറ്റ് ടു ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് എന്താണ് ഡീമെറിറ്റ്? അപ്പൊ അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് അടുത്ത ഡീമെറിറ്റ്. മനസ്സിലായി? എന്റെ പ്രശ്നം അതാണ്. ഇപ്പം ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെ ഒരു ജീനിയസ്, ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിച്ച ഈ രാജ്യത്തിന്റെ എക്കണോമിക് റവല്യൂഷന് ഒരു കാറ്റപ്പുൾട്ട് കൊടുത്ത ഒരാളാണ്. ആ എക്കണോമിക് റിഫോമിനോട് നമുക്ക് താല്പര്യമുണ്ടോ എതിർപ്പുണ്ടോ അത് വേറൊരു വിഷയം. ദാറ്റ് ഇസ് പൊളിറ്റിക്കൽ ഡിബേറ്റ്. പക്ഷേ അദ്ദേഹത്തിനെ അക്നോളജ് ചെയ്യാതെ, ഇപ്പം ഇന്നലെ പ്രൈം മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞത് ഇദ്ദേഹം ഒരു വലിയ ജനാധിപത്യവാദിയാണെന്ന് പറഞ്ഞു. ആ ഇന്ന് പ്രഖ്യാപിക്കുന്ന ഭാരതരത്നത്തിനകത്ത് മൻമോഹൻ സിംഗിനെ ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഒഴിവാക്കപ്പെടുമ്പം അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരുപാട് മെറിറ്റ് ഉള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ, സമയമുണ്ട് ലാൽകുമാറെ, അതിന് സമയമുണ്ട്. കാരണം ഇനിയും വരും വർഷങ്ങളിൽ പ്രഖ്യാപിക്കാൻ കുറച്ചധികം പ്രധാനമന്ത്രിമാർ വേണ്ടേ? ഇപ്പോൾ ഈ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാനമന്ത്രിമാരെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ ഭാരതരത്നം നൽകാനായിട്ട്. അപ്പം ഒരു വശത്ത് ഇതിന് തുടക്കത്തിൽ കലാശാസ്ത്രം അല്ലെങ്കിൽ നിരവധി മേഖലകളിലെ വ്യക്തികൾക്ക് നൽകണമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്ന ഈ ഭാരതരത്നം ഇപ്പോൾ വന്ന് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് മാത്രം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഗെയിൻ എവിടെ കിട്ടും എന്നുള്ള ഒരു കാര്യം നോക്കി മാത്രം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു വിനീതയ്ക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. വിനീത കേൾക്കാമോ? കേൾക്കാം. ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. യെസ്, എനിക്ക് കേൾക്കാം. ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഉണ്ട്, കേൾക്കാം. വിനീത പറഞ്ഞോളൂ. ഓക്കെ. അല്ല, എന്താ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് എന്തിനാ ചൂസ് ചെയ്യുന്നതെന്നാണോ ക്വസ്റ്റ്യൻ? അതൊരു ചോദ്യം. കാരണം ഇപ്പം ഈ ഭാരതരത്നം നൽകുന്നതിൽ അല്ലെങ്കിൽ നൽകിയവരുടെ കണക്കെടുക്കുമ്പോൾ നൽകാത്ത വളരെ കുറച്ച് പ്രധാനമന്ത്രിമാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ല ഈ പരമോന്നത സിവിലിയൻ ബഹുമതി എന്നുള്ളതാണ് നമുക്കൊക്കെയുള്ള അറിവ്. അതെ, അത് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. രാഷ്ട്രീയം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് രാഷ്ട്രീയം കണ്ടുപിടിക്കാം. രാഷ്ട്രീയം എന്താണ്? പൊളിറ്റിക്സും ഗവർണൻസും എല്ലാം കൂടി ഈ നമ്മുടെ വെൽഫെയർ സ്റ്റേറ്റും എല്ലാം ആൾക്കാരും ജനാധിപത്യവും അതൊക്കെ മിക്സ് ആണ്. അതൊക്കെ നമ്മൾ രാഷ്ട്രീയം എന്തിനാ നമ്മൾ ഒരു സിന്നായിട്ട് കാണുന്നത്? ഇത് രാഷ്ട്രീയം നമ്മൾ മിസ്യൂസ് ചെയ്തു. അതിൽ എവിടെ മിസ്യൂസ് ചെയ്യുന്നത്? ഇപ്പൊ നരസിംഹറാവുന്ന് നമ്മൾ
ഇത് ഭാരത് രത്ന കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിലും പൊളിറ്റിക്കൽ അനാലിസിസ് കൊണ്ട് ദാറ്റ് ഈസ് ലൈക്ക് ടു മച്ച് ഞാൻ പറയൂ. ഇപ്പൊ ആർക്ക് കൊടുത്താലും നമുക്ക് പൊളിറ്റിക്കൽ ആംഗിൾ അതിന് കൊടുക്കാം. അല്ല വിനീത അതിനകത്ത് രാഷ്ട്രീയത്തിലേക്ക് അധികം ഞാൻ പോകുന്നില്ല. വിനീത ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ കർപ്പൂരി ഠാക്കൂറിന് നൽകുന്നതും നിതീഷ് കുമാറിൻ്റെ വരവും ചൗധരി ചരൺ സിംഗിന് കൊടുക്കുന്നതും RLയുടെ വരവ് NDAയിലേക്ക് വരവിനെക്കുറിച്ചും നമ്മൾ നോക്കുമ്പോൾ ചില എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ കാണാൻ പറ്റുമോ? അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയാണോ ഈ ഒരു ഭാരതരത്ന നൽകുന്നതിൽ എന്തെങ്കിലും ഒരു അസ്വാഭാവികത ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോ അഗ്രികൾച്ചറിന്റെ ഫോക്കസ് ആണ്. കിസാനാണ് നമ്മുടെ 4 പില്ലേഴ്സിൽ ഒരു പില്ലർ കിസാനാണ്, ഫാമേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഫാമിംഗ് ഹിസ്റ്ററിയും ഫാമിംഗിലും അഗ്രികൾച്ചറിലും റെവല്യൂഷൻ കൊണ്ടുവന്ന ആൾക്കാർക്കും അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് കിസാൻ ലീഡേഴ്സ് നമ്മൾ സമ്മാനിക്കുന്നത് ഈ ഒരു വർഷം ഭാരത് രത്നയായിട്ട്. അത് അത്രേ ഉള്ളൂ. പൊളിറ്റിക്കൽ കളർ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് പൊളിറ്റിക്കൽ കളർ നോക്കാം. നമ്മൾ എന്ത് ചെയ്താലും, പ്രോഗ്രാംസ് ചെയ്താലും, മോദിയുടെ സ്കീംസ് ചെയ്താലും അത് പൊളിറ്റിക്കൽ ആണെന്ന് പറയും. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്താലും അത് പൊളിറ്റിക്കൽ ആണെന്ന് പറയും. നമുക്ക് ഭരിക്കണ്ടേ, നമുക്ക് ഗവർണൻസ് ചെയ്യണ്ടേ, നമുക്ക് ആൾക്കാർക്ക് കാര്യങ്ങൾ ചെയ്യണ്ടേ. വി ഹാവ് ടു ഗോ ഫോർവേഡ്. ദിസ് ഈസ് എ ഗവർണൻസ്. ഇപ്പൊ എല്ലാ ഗവർണൻസിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് നോക്കിയാൽ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പൊളിറ്റിക്കൽ അനാലിസിന്റെ ഒരു ജോബാണ് അവർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പറയുന്നത് ഈ ഭാരത് രത്നയിൽ ഒരു പൊളിറ്റിക്കൽ കളറും ഇല്ല. എല്ലാവർക്കും അർഹതപ്പെട്ട ആൾക്കാരാണ്. ആർക്കും അത് നിഷേധിക്കാൻ പറ്റില്ല. ഇവര് കൊടുത്ത ആൾക്കാർ ആരെങ്കിലും കപ്പാസിറ്റി ഇല്ല, അവർക്ക് ആർക്കും ഇത് ഡിസേർവ് ഇറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. അത് അത്രേ ഉള്ളൂ നമുക്ക് പറയാനില്ല ഈ ഭാരത്. അല്ല വിനീത, ഒറ്റ കാര്യം കൂടി. എൻ്റെ ഒരു സുഹൃത്ത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ MS സ്വാമിനാഥൻ കൊടുത്തത് ഓക്കെ, നമുക്കൊരു മലയാളിയാണെന്നും കൂടെ നമുക്ക് അതിനകത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകളൊക്കെ നമുക്ക് കണ്ടതും അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഈ മുൻ പ്രധാനമന്ത്രിമാർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഈ ഭാരതരത്ന നൽകുമ്പോൾ അവരൊരു സിവിലിയൻ എന്നുള്ള രീതിയിൽ രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലെത്തിയവരാണ്. അവർക്ക് തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള സിവിലിയൻ ബഹുമതികൾ നൽകുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികതയില്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അല്ല, നമ്മൾ ചരിത്രം നോക്കൂ. ഭാരതത്തിൽ ഞാൻ ഒരു ജസ്റ്റിഫൈങ് അത് പണ്ട് നടന്ന കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ പണ്ടും നമുക്ക് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റു എന്നൊക്കെ കൊടുത്തിട്ടുള്ള ഭാരതത്തില. അപ്പോൾ ഇത്രയും ഒരു വിവാദം ഉണ്ടായിരുന്നോ? പ്രൈം മിനിസ്റ്റർ ആയാലും അവർക്ക് ഭാരത് രത്ന കൊടുക്കാൻ പറ്റില്ല എന്ന് ആരാ പറഞ്ഞത്? അവർ ഇത്രത്തോളം പ്രൈം മിനിസ്റ്ററിന്റെ അല്ലാണ്ട് തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. റോസ് അബൌട്ട് ദ പൊളിറ്റിക്കൽ പൊസിഷൻസ് ഇല്ലേ ഇവരൊക്കെ. നരസിംഹറാവു ആണെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ലിബറലൈസേഷൻ എക്കണോമിക് റിഫോം. ഇപ്പൊ നമ്മൾ കാണുന്നത് പ്രോഗ്രസിന്റെ കുറെ കാര്യങ്ങളൊക്കെ നരസിംഹറാവു ലീഡ് ദ ഫൗണ്ടേഷൻ. അത് മോദിജിയും അത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. ശരി വിനീത്, ഞാൻ ഇനി നമുക്ക് സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ടാണ് ലാൽകുമാർ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രം ഇങ്ങനെ ഓരോ ഘട്ടം വരുമ്പോൾ ഇലക്ഷൻ വരുന്നു, ഇനിയിപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ വരാൻ പോവുകയാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട് ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർക്ക് അവരുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ഭാരതരത്ന നൽകുമ്പോൾ അതൊരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഏതൊക്കെ രീതിയിലായിരിക്കും സ്വാധീനിക്കാൻ പോകുക? അവസാന ചോദ്യം. ബാധിക്കാനേ പോകുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു അഫക്റ്റ് അറ്റ് ഓൾ. ഞാനത് ഉദാഹരണം പറയാം. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്നം കൊടുത്തു. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്നം കൊടുത്തത് കോൺഗ്രസ് ആണ്. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിധി എന്തായിരുന്നു? സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഒരു സ്പോർട്സ് ഐക്കൺ, നമ്മളെ അത്രത്തോളം ഈ രാജ്യത്തിന്റെ ഏത് കോണിക്ക് പോയാലും ഒരു എല്ലാവർക്കും അറിയാവുന്ന, ഒരുപോലെ സ്നേഹിക്കുന്ന, വലുതായിട്ട് വിമർശിക്കപ്പെടാത്ത, ഈ രാജ്യത്തിന്റെ ക്രിക്കറ്റിനെ മൊത്തം ചുമലിലേറ്റിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുത്തത് ഇറ്റ് വാസ് കോൺഗ്രസ് പാർട്ടി. ഡിഡ് കോൺഗ്രസ് പാർട്ടി ഗെയിൻ സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്? നോ. അതൊന്നും നടപടിയുള്ള കാര്യമല്ല. പക്ഷേ അത്രമാത്രം നിസ്സാരമായിട്ട് ലാൽകുമാറെ, അത്രമാത്രം നിസ്സാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം RLD എത്തിക്കഴിഞ്ഞു, നിതീഷ് കുമാറും ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു, ഒരു ഭാരതരത്നം നൽകി കഴിഞ്ഞപ്പോൾ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ട്. ലുക്ക്, RLD എത്തുന്നത് ഭാരതരത്നം കൊടുത്തില്ലേലും എത്താം. ലുക്ക്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. RLD ഇപ്പുറത്തേക്ക് എത്തുന്നത് ഭാരതരത്നം കൊടുക്കുന്നുണ്ടാന്ന് ഞാൻ കരുതുന്നില്ല. RLD അടുപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങൾ നടത്തുന്നു. അതിനകത്തൊരു അപ്പീസ്മെന്റ്, ഒരു അഡീഷണൽ അപ്പീസ്മെന്റ് ആണിത്. അല്ലാതെ RLD അല്ലാതെ തന്നെ വിളിച്ചാൽ പോകത്തില്ലേ? ദാറ്റ് ഇസ് പോസിബിൾ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹലോ, പെട്ടെന്ന് അവസാനിപ്പിക്കൂ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മൾ അങ്ങനെ കാണേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ദാറ്റ് ഇസ് ഇറ്റ്. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ആഡ് ചെയ്യാനില്ല. ശരി, നമ്മുടെ സമയപരിമിതി കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല. ടുഡേസ് ഡിബേറ്റ് അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഒറ്റക്കാര്യം മാത്രമേ ഉള്ളൂ,
പരമോന്നത സിവിലിയൻ ബഹുമതി രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ആകരുത് എന്നുള്ളതാണ് ഏവരും ആഗ്രഹിക്കുന്നത്.